ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പ്രഭാവതി PM. ഞാൻ ഇവിടെ എല്ലാം നിരത്തി വെച്ചിരിക്കുന്നതിനാണ് നിങ്ങൾ വിചാരിക്കും. ഇത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടി. ഇപ്പം എല്ലാവരും തന്നെ മുടിയെല്ലാം പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത്ര സാധനങ്ങളെ വേണ്ടു. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് പ്രൊഡക്റ്റ് കണ്ടോ, A, B എന്നും പറഞ്ഞിട്ട് ഇത് രണ്ടും ഈ പച്ച ബൗൾ കണ്ടോ, ബൗളിൽ തുല്യ അളവിലെടുക്കണം. തുല്യ അളവിലെടുത്തിട്ട് ഈ കറുത്ത ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് അവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ ഗ്ലിസറിൻ എടുത്തിട്ട് ഒരു ഇത്തിരി പോളം മതി. അത് കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ ഈ ഹെയറും നെറ്റിയും തമ്മിൽ കണക്റ്റ് ആവുന്ന ആ പ്രദേശങ്ങളിൽ ഒരു വരമ്പ് പോലെ തേച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെയറിൽ പറ്റുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്കൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്ലിസറിൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. എല്ലായിടത്തും ഇങ്ങനെ നമ്മുടെ മുടി എവിടെയൊക്കെ നമ്മുടെ സ്കിന്നുമായിട്ട് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നമ്മളൊന്ന് പരട്ടി കൊടുക്കുക. പരട്ടി കൊടുത്ത് കുറച്ച് മതി കേട്ടോ, അധികമൊന്നും പരട്ടണ്ട. അതിന് പരട്ടി കൊടുക്കുക. അതിന് ശേഷം ചീപ്പെടുത്തിട്ട് മുടി നന്നായിട്ട് കോമ്പ് ചെയ്യണം. ലേഡീസിൻ്റെ ആകുമ്പോൾ മുടിക്ക് ചിലപ്പോൾ ചെടയൊക്കെ ഉണ്ടാവും, പിന്നെ പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ഒന്ന് ക്ലീൻ ആക്കുക. ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും നന്നായിട്ട് മുടി ഒന്ന് ചീകി കൊടുക്കണം. ചീകി കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്ത് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഗ്ലൗസ് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടില്ല. പക്ഷെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്രൊഡക്റ്റ് ഇല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്ലൗസ് കിട്ടും. ആ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായി ആദ്യം ലേഡീസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുടിയൊന്ന് കെട്ടിവെക്കണം. നമ്മൾ വീട്ടിലിങ്ങനെ ചുരുട്ടി കെട്ടൂല, അതേപോലെ ഒന്ന് കെട്ടിവെക്കണം. കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെട്ടി വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് വശത്തെ ചെറിയ മുടികൾ, നരച്ച മുടികളൊക്കെ നല്ലവണ്ണം നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും. ഈ പ്രൊഡക്റ്റ് എടുത്ത് നന്നായിട്ട് ആ ഫ്രണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ ബാക്കി മുടികളിലേക്ക് പോയാൽ മതി. ആ ബാക്കി മുടി ചെയ്യുന്ന സമയത്ത് മുടി ഓപ്പൺ ആക്കുക, അതായത് നിവർത്തിയിടുക. ഓപ്പൺ ആക്കിയിട്ടതിന് ശേഷം ഓരോ ഭാഗങ്ങളിങ്ങനെ ചീപ്പും കൊണ്ട് ആരെങ്കിലും ചെയ്തു തരാനായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. ഇല്ല സ്വന്തമാണെങ്കിൽ നമ്മൾ രണ്ട് കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മുടീനെ ഓരോ സെക്ഷനാക്കി എടുത്തിട്ട് ഈ ബ്രഷിൽ പ്രൊഡക്റ്റ് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുശേഷം ഈ ചീപ്പെടുത്തിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ ചീകി കൊടുക്കുക. ഈ പ്രൊഡക്റ്റെല്ലാം നമ്മുടെ തലയിൽ അതിന് ശേഷവും ചീപ്പെടുത്തൊന്ന് ചീകണം. നന്നായിട്ട് ചീകുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ തലയിൽ അടിയിലത്തെ മുടിയിലേക്കും കൂടെ എത്താൻ വേണ്ടിയിട്ടുണ്ട്. ചീപ്പിൻ്റെ പല്ലിൽ കൂടെ ഇത് നമ്മുടെ അടിയിലത്തെ മുടിയിലേക്കും കൂടെ എത്തി ആ മുടിയും കൂടെ നരച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കറക്കാൻ വേണ്ടി സഹായിക്കും നമ്മളെ. അങ്ങനെ നമ്മളെല്ലാം നന്നായിട്ട് അതിനുശേഷം ചീപ്പ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തലയിൽ നിന്ന് ഒലിച്ചു കൊടുക്കുക. പതുക്കെ ഓട്ടിയിലേക്കല്ല, തലമുടിയിലേക്ക് മാത്രം ഒന്ന് കൈകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴും എത്തേണ്ട സ്ഥലം. എന്നിട്ട് ചീപ്പ് കൊണ്ട് ഒന്നും കൂടെ ചീക്കിട്ട് കെട്ടിവെക്കുക. അത്രയും ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇത് വെക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ സാധനം ഇത് വെക്കണം. എന്നാലേ ഇത് നമുക്ക് ഹെയറിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ആ സമയത്ത് വേർക്കുന്ന രീതിയിലുള്ള പണികൾ ചെയ്യാൻ നിൽക്കേണ്ട. തല വേർക്കുന്ന രീതിയിൽ, അല്ലാതെ പേപ്പർ വായനയോ അടുക്കളപ്പണിയോ TV കാണലോ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ അങ്ങോട്ട് നമ്മൾ തല വേർക്കാതിരിക്കണം. കാരണം തല വേർത്ത് കഴിയുമ്പോൾ ഉപ്പ് രസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിന് നമുക്ക് വിചാരിച്ച പോലുള്ള എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇത് കഴുകുക. കണ്ടീഷണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹെയറിൽ മാത്രം ഉപയോഗിക്കുക. തലയുടെ ഓട്ടിയിലേക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കുക. കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. കണ്ടീഷണർ ഒരു കാരണവശാലും തല ഓട്ടിയിൽ പറ്റരുത്. ഹെയറിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കണ്ടീഷണർ എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് ശേഷം തല നന്നായി വാഷ് ചെയ്ത് അതിന് ശേഷം ഉണക്കിയെടുക്കുക. ഇത്രയും ഇതിനകത്ത് ചെയ്യാനുള്ളൂ. പക്ഷേ ഇത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ആഴ്ചത്തോളം ഇത് വലിയ കുഴപ്പമില്ല നമ്മുടെ തലയിലുണ്ടാവും. ഇനി ഡെയിലി എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പം ഇത് പെട്ടെന്ന് ഒരാഴ്ചയൊക്കെ നിൽക്കാൻ സാധ്യതയുള്ളൂ. പെട്ടെന്ന് പോകും. എണ്ണ ചെല്ലുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട്. അത് കഴിവതും എണ്ണ ഒന്നും
ഡെയിലി എണ്ണ വെക്കാത്തവർക്കാണ് ഇത് കൂടുതലായിട്ടും നന്നായിട്ട് വരുന്നത്. ഡെയിലി എണ്ണ വെക്കുന്നവരാണെങ്കിൽ ഇത്ര നാളെ നിൽക്കുകയുള്ളൂ, ഉപയോഗിക്കുന്നതിന് പ്രശ്നമല്ല. പക്ഷെ കുറഞ്ഞ ദിവസങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു 1.5 ആഴ്ചത്തോളം ഈ സാധനം നല്ല രീതിയിൽ നിൽക്കും. നമ്മുടെ തലയിൽ വൃത്തി ഉണ്ടാവും കാണാൻ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഈ ചിലർക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാവും. അലർജി പ്രോബ്ലംസ് ഉള്ളവർ ഒരു കാരണവശാലും ഈ സാധനം ഉപയോഗിക്കരുത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ പ്രൊഡക്റ്റ് കുറച്ചെടുത്തതിന് ശേഷം അത് ചെവിയുടെ പുറകിലൊന്ന് പരട്ടി നോക്കുക. നിങ്ങൾക്ക് അവിടെ ചൊറിഞ്ഞ് തടിക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. അതിനുശേഷം മാത്രമേ ഹെയറിലേക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് കണ്ടോ, ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇപ്പം 5-6 മാസമായി. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് 5-6 മാസം ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സംഭവം തന്നെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനുണ്ട്. അപ്പം വെറുതെ കൊണ്ടുപോയിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി നിന്നിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ വീട്ടിൽ നല്ല ബ്യൂട്ടി പാർലർ ചെയ്യുന്ന പോലെ തന്നെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാം. ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ജെൻസിനും ലേഡീസിനും ഒക്കെ സുഖസുന്ദരമായിട്ട് ഹെയർ കറുപ്പിക്കാൻ മുടി ഗ്രേ ഹെയർ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു പ്രൊഡക്റ്റാണിത്. പിന്നെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മേക്കപ്പ് സംബന്ധിച്ചും അങ്ങനെ ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ എനിക്ക് തരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ. കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.